ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി ഈ വ്യൂ ഒന്ന് ആസ്വദിക്കുകയാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വ്യൂ? അമ്മയ്ക്ക് ഇനി അമ്മ പോകുമ്പോ എനിക്ക് അമ്മയുടെ റെഡ്മി തരണം. ഞാൻ എൻ്റെ ഇച്ചിരി ഫോട്ടോ എടുത്തോ. എന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ മൂന്നാർ പോയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് മടി കാരണം ഞാനിങ്ങനെ ഇട്ടേക്കുമായിരുന്നു. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അടിപൊളി വ്യൂ കണ്ടിട്ടാണ് കേട്ടോ നമ്മളിവിടെ വണ്ടി നിർത്തിയത്. കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നമുക്ക് മൂന്നാറിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ മൂന്നാർ എത്തി കേട്ടോ. ഇവിടുത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഹോട്ടലിലേക്ക് പോവാം. നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ടീ കൗണ്ടിലാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ KTDC ടീ കൗണ്ടിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അടിപൊളി റിസോർട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഏട്ടൻ റിസപ്ഷനിലേക്ക് പോയേക്കാണ് നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. റൂമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലേക്ക് പോകാം. നമ്മുടെ റൂമിൽ ലഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ബാക്കിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളിയാണ്, ഫുൾ ഗാർഡൻ ആണ് കേട്ടോ. റോസയുടെയും കുറേയധികം ചെടികൾ ഇവിടെ ഉണ്ട്. അടിപൊളി ഗാർഡനാണ്, അതിൻ്റെ കൂടെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയയാണ്. നമ്മൾ റൂമിൽ ഇരുന്നില്ല കേട്ടോ. നമ്മൾ വേഗം മൂന്നാർ ഒന്ന് ചുറ്റി കാണാൻ വന്നിരിക്കുകയാണ്. നമ്മളിവിടെയൊക്കെ വന്നിട്ടുള്ളതാണ്, എന്നാലും പിള്ളേർക്ക് ബോട്ടിങ്ങിനും ഒക്കെ കയറാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ പ്രശ്നം മനസ്സിലാക്കുന്നത്. അവിടെ സമരത്തിലാണ് ആൾക്കാർ, അതായത് തൊഴിലാളികൾ സമരത്തിലാണ്. അത് കാരണം ഇവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ല, ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കും ഈ സമരം നടത്തുന്നത്. പക്ഷേ ഇവിടുന്നെല്ലാം വിദേശികളായാലും ഇവിടുന്നെല്ലാം ആൾക്കാർ വരുന്നതാണ് ഈ മൂന്നാർ കാണാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. അപ്പോൾ അവർ വരുമ്പോൾ ഇങ്ങനെ സമരം ഇതാന്നൊക്കെ പറയുമ്പോൾ എന്ത് മോശമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ മോശമല്ലേ. ടൂറിസത്തെ അത് എന്തും വേണ്ടി ബാധിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിള്ളേരെയൊക്കെ ബോട്ടിങ്ങിന് കയറ്റാമെന്ന് പറഞ്ഞിട്ട് ദൂരെ നിന്ന് ബോട്ട് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിങ്ങി പോരുവാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് പോകുന്ന വഴിയിൽ നമ്മളിവിടെ നിന്ന് വ്യൂ കാണുകയാണ്. അപ്പോൾ അല്ലേട്ടൻ പറയായിരുന്നു, ഇതിന് മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ആന നിൽപ്പുണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. ഇവിടെ കണ്ടില്ലേ, എലിഫന്റ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഈ പുൽമേട് നല്ല ഭംഗിയല്ലേ കാണാൻ. നമ്മൾ വഴിയിൽ കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയതാണേ. ഇവിടെയൊക്കെ ചുറ്റി കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് നന്നായിട്ട് വിശക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു കടയിൽ കയറി നമ്മൾ നൂഡിൽസ് കഴിക്കുകയാണ് കേട്ടോ. നൂഡിൽസൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ആ കടയോട് ചേർന്ന് തന്നെ നല്ല തേയിലത്തോട്ടമാണ്. അപ്പം പിന്നെ അതിൻ്റെ ഇടയിലൂടെയൊക്കെ കയറി നിന്ന് നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി നിൽക്കുകയാണ് ഞങ്ങൾ.
പിള്ളേരൊക്കെ ഒന്ന് ജസ്റ്റ് ഓട്ടപ്രദർശനം നടത്തിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും മോളും കൂടെ 2-3 റീൽസൊക്കെ എടുത്തു കേട്ടോ. ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. ഇത് നമ്മുടെ റൂമിൻ്റെ പുറകുവശത്തുള്ള വ്യൂ ആണ് കേട്ടോ വൈകുന്നേരത്തത്. എക്സ്ട്രാ ബെഡ് വേണോന്നോ? ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നായിരുന്നു കേട്ടോ. ബാക്കി വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. ഇത് പിറ്റേന്ന് രാവിലെയാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇത് രാവിലത്തെ ഉള്ള വ്യൂ ആണ് ഇവിടുത്തെ. ഇവിടെ ഫുള്ള് എന്താ ചെടികളൊക്കെ ഇങ്ങനെ വെട്ടി അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. അടിപൊളി തണുപ്പായിരുന്നു. മൂടി പൊതിച്ചാണ് കിടന്ന് ഉറങ്ങിയത്. ഗൈസ് നമ്മളിതാ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ബാൽക്കണിയിൽ വെറുതെ വന്ന് നിൽക്കുകയായിരുന്നു. ഇത് ഭംഗിയെ കാണാമെന്നറിയാമോ? അപ്പം ഇന്ന് നമ്മൾ ഇനി കാന്തല്ലൂർ പോയിട്ട് അവിടെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഒരു എക്സ്ട്രാ ബെഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നാണ് അത് കൊണ്ടു തന്നത്. ഇപ്പം നമ്മൾ ഇറങ്ങുകയാണ്. ദാ ഇങ്ങനെ റൂം ഇത്രയൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ക്ലീൻ ആക്കിയത് പിള്ളേരാണേ. അപ്പം നമ്മൾ പോവാണ്. ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ടീക്കൗണ്ടിക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. കാന്തല്ലൂർ പോകണമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇനി പോകുന്ന വഴിക്ക് നമ്മൾ പ്ലാൻ മാറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. കാന്തല്ലൂർ എന്ന പ്ലാനൊക്കെ മാറ്റി നമ്മൾ ചിന്നാറ് പോകാനാണ് കേട്ടോ പ്ലാന്. ഞങ്ങൾ ഇതുവരെ ചിന്നാറ് പോയിട്ടില്ല. ഈ അല്ലായിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. അപ്പം പറഞ്ഞാൽ നമുക്ക് ചിന്നാറ് പോകാമെന്ന്. അതാകുമ്പോൾ നമുക്ക് മറയൂർ ചന്ദന കാടുകളൊക്കെ കണ്ടിട്ട് നമുക്ക് പതുക്കെ ചിന്നാറൊക്കെ പോയിട്ട് വരാം. നല്ല കാറ്റാണ് പുറകിൽ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നമ്മൾ ഈ കടയുടെ അടുത്ത് നിർത്തി നമ്മൾ 2 ഓംലെറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാകുമ്പോൾ ഓംലെറ്റും കഴിക്കാം, അടിപൊളി വ്യൂവും കാണാം. മറയൂർ എത്തി കേട്ടോ. അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞി കട പോലത്തെ ഒരു കട കണ്ടു കേട്ടോ. അങ്ങനെ വേറെ ഒരു കടകളും നമ്മളിവിടെ കണ്ടില്ല. അത് കാരണം നമ്മളിവിടെ കയറി ഫുഡ് കഴിക്കുകയാണ്. നല്ല ഫുഡാണ് കിട്ടുന്നത്. അത് മാത്രമല്ല നമുക്ക് ടോയ്ലറ്റ് സൗകര്യവും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ കയറിയിട്ട് നമുക്ക് ഫുഡും കഴിക്കാം, ടോയ്ലറ്റും യൂസ് ചെയ്യാം. കഴിച്ച് നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ ചിന്നാറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള കാടാണ് കേട്ടോ ഇത്. ഇത് നല്ല ഉണങ്ങി വരണ്ട് കിടക്കുന്ന കാടുകളാണ് കേട്ടോ.
ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ് കേട്ടോ. ഒരൊറ്റ എണ്ണത്തെ കണ്ടില്ല. പിന്നെ കുറച്ച് കുരങ്ങന്മാരെ മാത്രം കണ്ടു, അല്ലാതെ വേറെ ഒന്നിനെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ചിന്നാർ എത്തിയിരിക്കുകയാണ് കേട്ടോ. ദാ ഇവിടെ നിന്നാണ് നമ്മൾ ആക്ടിവിറ്റിയും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത്. അവിടുത്തെ കല്ലേട്ടം പോയേക്കാണ് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ കാറിൻ്റെ മണ്ടയ്ക്ക് ദാ ഒരു മങ്കി വന്നിരിക്കുന്നത്. ടിക്കറ്റിൻ്റെ കാര്യങ്ങളും ആക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് നല്ലതായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ കുറേയും കൂടെ ലേറ്റ് ആവും. അപ്പോൾ ഇന്ന് നമുക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല. നമുക്ക് നാളെ പിള്ളേരെ സ്കൂളിൽ വിടേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് കാരണം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി പാലവരങ്ങ് പോകണ്ടേ, അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിനും പങ്കെടുത്തില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഇവിടെ കുറച്ച് മാനെ കാണാൻ പറ്റി. അങ്ങനെ മാനെയെങ്കിലും കണ്ടല്ലോ എന്ന സന്തോഷത്തോടെ നമ്മൾ വീഡിയോ വൈകിട്ട് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. നിർത്തല്ലേ, ഈ കാഴ്ചകളുണ്ട് വീട്ടിൽ ചെന്ന് നിർത്താം. വേണ്ട ചെതൽപ്പുറ്റുകളുണ്ടോ? ഉണ്ടോ?